ജർമ്മൻ നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസ് 1975 നവംബർ മുതൽ 1986 ജനുവരി വരെ നിർമ്മിച്ച എക്സിക്യൂട്ടീവ് കാറുകളുടെ ഒരു ശ്രേണിയാണ് മെഴ്സിഡസ് ബെൻസ് W123. മെഴ്സിഡസ് ബെൻസ് ഇ ക്ലാസിന്റെ ഒരു മോഡലായിരുന്നു ഈ ആഡംബര കാറായ W123. ഈ വാഹനം മെഴ്സിഡസിന്റെ ഏറ്റവും വിജയകരമായ മോഡലുകളിൽ ഒന്നായിരുന്നു. അതിന്റെ ലുക്ക്, ഡ്യൂറബിലിറ്റി, ക്വാളിറ്റി, എഞ്ചിനീയറിംഗ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ വാഹനം. 1986 ജനുവരിയിൽ കൂപ്പേകൾക്കും എസ്റ്റേറ്റുകൾക്കും സ്റ്റേഷൻ വാഗണുകൾക്കും വേണ്ടിയുള്ള ഉൽപ്പാദനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് 2.7 ദശലക്ഷം കാറുകളാണ് വിറ്റഴിച്ചത്. ആദ്യ വർഷത്തിൽ ഉൽപ്പാദനം മന്ദഗതിയിലായതിനെ തുടർന്ന് ഓർഡറുകൾ നൽകിയ ഉപഭോക്താക്കൾക്ക് 9 മുതൽ 12 മാസം വരെ നീണ്ട കാത്തിരിപ്പ് നേരിടേണ്ടി വന്നു. കൂടുതൽ പണം നൽകാൻ തയ്യാറുള്ള ഉപഭോക്താക്കൾക്ക് ഉടനടി ഡെലിവറിക്ക് ഒരു കരിഞ്ചന്ത ഉയർന്നു വന്നു. അല്പം ഉപയോഗിച്ച W123 അതിന്റെ യഥാർത്ഥ വിൽപ്പന വിലയേക്കാൾ ജർമ്മൻ കറൻസിയായ ഏകദേശം 5000 ഡച്ച് മാർക്ക് അധികം നൽകി വാങ്ങുന്ന സ്ഥിതിയും ഉണ്ടായി. എന്ന് പറയുമ്പോൾ വാഹനപ്രേമികൾക്ക് എത്രമാത്രം മോഹമാണ് W123 നൽകിയതെന്ന് ഓർക്കണം. W114, W115 സീരീസിനെ പിന്തുടർന്ന് മിഡ് സൈസ് ലക്ഷറി സെഡാനായാണ് W123 രൂപകൽപ്പന ചെയ്തത്. സെഡാൻ, സ്റ്റേഷൻ വാഗൺ, കൂപ്പേ, സലൂൺ തുടങ്ങി നിരവധി ബോഡി ശൈലികളിൽ ഇത് ലഭ്യമായിരുന്നു. W123 അതിൻ്റെ ശക്തമായ ബിൽഡ് ക്വാളിറ്റി, ആഡംബര സവിശേഷതകൾ, പെർഫോമൻസ് തുടങ്ങിയവയാൽ വാഹനപ്രേമികളെ തന്നിലേക്ക് ആകർഷിച്ചു. നിരവധി വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകൾ, അതായത് 4 സിലിണ്ടർ, 6 സിലിണ്ടർ, ഡീസൽ എഞ്ചിനുകൾ ഉൾപ്പെടെ വിശാലമായ വിപണിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ബഹുമുഖ കാറായിരുന്നു W123. ഈ മോഡൽ ലൈൻ മെഴ്സിഡസ് ബെൻസ് ഒരു മുൻനിര ബ്രാൻഡായി സ്ഥാപിക്കാൻ സഹായിച്ചു. മാത്രമല്ല, നിർമ്മാതാക്കൾ അതിന്റെ ഡ്യൂറബിലിറ്റിക്കും വിശ്വാസ്യതയ്ക്കും ഏറെ പരിഗണന നൽകുകയും ചെയ്തു. W123 അതിന്റെ കരുത്തുറ്റ ബിൽഡിനും ഡ്യൂറബിലിറ്റിക്കും പേരുകേട്ടതാണെന്ന് പറഞ്ഞല്ലോ. ഇതിനെ അടിവരയിട്ട് ഉറപ്പിക്കാനാണ് ഈ കാറുകളിൽ പലതും ഇന്നും റോഡിലുണ്ട് എന്നുള്ള വസ്തുത. ചിലത് 5 ലക്ഷം കിലോമീറ്ററുകൾ കഴിഞ്ഞവയാണ്. എന്നിട്ടും പുലി പോലെ പറക്കുന്നവയാണ് W123. കൃത്യമായ മെയിൻ്റനൻസ് നൽകിയാൽ വർഷങ്ങൾക്കിപ്പുറവും ഒരു പ്രശ്നവും ഇല്ലാതെ ഇവൻ ഓടും. പുറത്തിറങ്ങിയ സമയത്ത് W123 ഉയർന്ന തരത്തിലുള്ള ആഡംബരത്തിന്റെ സവിശേഷതയായിരുന്നു. നന്നായി സജ്ജീകരിച്ച ഇന്റീരിയർ, ലെതർ അപ്പോൾസറി, എയർ കണ്ടീഷൻ, പവർ വിൻഡോകൾ എന്നിവയുണ്ടായിരുന്നു. കാലം 1976 ആണ് എന്നോർക്കണം. സുഗമവും സുഖപ്രദവുമായ യാത്ര പ്രദാനം ചെയ്യുന്ന മികച്ച സസ്പെൻഷനും W123യുടെ പ്രത്യേകതയായിരുന്നു. വിശാലമായ റിബർ ടെയിൽ ലൈറ്റുകൾ, തിരശ്ചീന ഹെഡ് ലാമ്പുകൾ, ഫ്രണ്ട് ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകൾ, പുൾ ടു ഓപ്പൺ ഡോർ ഹാൻഡിലുകൾ, വലിയ ഇൻസ്ട്രുമെന്റൽ പാനൽ, സെൻട്രൽ റൗണ്ട് വെന്റിലേഷൻ ഔട്ട്ലെറ്റുകൾ, HVAC അതായത് ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, കൺട്രോൾ പാനൽ, സെൻട്രൽ ലോക്ക് എന്നിവ ഉപയോഗിച്ച് ഇന്റീരിയർ പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. മെഴ്സിഡസ് ബെൻസ് ഓട്ടോമൊബൈൽ സുരക്ഷയിൽ മുൻനിരക്കാരനായിരുന്നു. W123യിൽ ക്രംപിൾ സോണുകൾ, ശക്തമായ സുരക്ഷാ കേജ്, ഹൈ ക്വാളിറ്റി ഡോറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ക്രാഷ് ടെസ്റ്റുകളിൽ ഈ മോഡൽ സുരക്ഷയ്ക്ക് ഉയർന്ന റേറ്റിംഗ് നൽകി. ഇനി ഡീസൽ എഞ്ചിന്റെ കാര്യക്ഷമതയെക്കുറിച്ചാണ് പറയുന്നത്. W123യുടെ ഡീസൽ വകഭേദങ്ങൾ അവിശ്വസനീയമാം വിധം ഇന്ധനക്ഷമതയുള്ളവയായിരുന്നു. പേഴ്സണൽ ആവശ്യങ്ങൾക്കായുള്ള ദീർഘദൂര യാത്രകൾക്ക് ജനപ്രിയവും ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഫ്യൂവൽ കോസ്റ്റ് കൺട്രോളിംഗും ആയതിനാൽ 2 വിഭാഗക്കാർക്കും ഒരു മികച്ച ഓപ്ഷനായിരുന്നു W123. ഡീസൽ എഞ്ചിനുകളുടെ ഡ്യൂറബിലിറ്റി ആയിരുന്നു W123യെക്കുറിച്ച് പറയുമ്പോൾ ഏറെ പ്രധാനപ്പെട്ടത്. W123യുടെ ഡിസൈൻ ഐക്കണും കാലാതീതമാണ്. ചതുരാകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകളും വൃത്തിയുള്ള ലൈനുകളും ഇന്നും പല കാർ പ്രേമികളുടെയും ആകർഷകമായി മാറ്റുകയാണ് W123യെ. W123 മോടിയുള്ളതാണെങ്കിലും ഈ ആഡംബര വാഹനം മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ ചിലവേറിയ ഒന്നായിരുന്നു. സ്പെയർ പാർട്സിനും അതുപോലെ സർവീസ് ചാർജും ഒക്കെ സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു. ഒരുപക്ഷെ ഏതൊരു ആഡംബര വാഹനത്തിനും ഇതുപോലെ ഉണ്ടാകുന്ന ചിലവുകൾ സാധാരണമാണ് താനും. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു കുറവായി പറയാനും സാധിക്കില്ല. ഇറ്റാലിയൻ എഞ്ചിനീയർ ബ്രൂണോ സാക്കോ ആയിരുന്നു W123യുടെ ഡിസൈനർ. മെഴ്സിഡസ് ബെൻസിന്റെ ആധുനിക ചരിത്രം നിർവചിച്ചത് ബ്രൂണോ സാക്കോയാണ്. 25 വർഷക്കാലം എല്ലാ മെഴ്സിഡസ് കാറുകളുടെയും ബസ്സുകളുടെയും ട്രക്കുകളുടെയും രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമായിരുന്നു. മെഴ്സിഡസ് ബെൻസ് W123 എന്നത് വിശ്വാസ്യതയ്ക്കും ആഡംബരത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഐക്കണിക് കാറാണ്. ഇതിന്റെ പെർഫോമൻസും നിർമ്മാണത്തിലെ ക്വാളിറ്റിയും ഇതിനെ ഒരു ക്ലാസിക് കാറാക്കി മാറ്റി.